അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. 49 സൂറത്തു ശുഅറാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم أجمعين قالوا لا ضير إنا إلى ربنا منقلبون إنا نطمع أن يغفر لنا ربنا خطايانا أن كنا أول المؤمنين. മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹവുമായി നടത്തുന്ന സംവാദങ്ങളാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിൻ്റെ വീട്ടിൽ വളരുകയും പുഴയിൽ നിന്ന് കടലിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിയെ മൂസ എന്ന കുട്ടിയെ ഫിറഔൻ പോറ്റി വളർത്തി കൊട്ടാരത്തിലെ അയാളുടെ കീഴിൽ വളർന്ന കുട്ടി അവസാനം പ്രവാചകനായി ഫിറഔനിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രവാചകനാവട്ടെ ഫിറഔൻ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ ഭരണത്തെയും സ്ഥാപനങ്ങളെയും തൻ്റെ വിശ്വാസത്തെയുമെല്ലാം എതിർത്തുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിറഔനെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഫിറഔൻ അത് സഹിക്കാൻ കഴിയാതെ തെളിവ് ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം തെളിവ് കാണിച്ചു കൊടുത്തു. അതാണ് തെളിവെങ്കിൽ, വടിയിട്ട് പാമ്പാക്കുക എന്ന ഈ ജാലവിദ്യയാണ് തെളിവെങ്കിൽ ഇതുപോലെയുള്ള ജാലവിദ്യക്കാരെ ഞാനും കൊണ്ടുവരാം, എന്നിട്ട് നമുക്കൊന്ന് മത്സരിക്കാം എന്ന് ഫിറഔൻ പറയുകയും മൂസാ നബി അത് സമ്മതിച്ച് അദ്ദേഹവും തൻ്റെ ജാലവിദ്യക്കാരെ കൊണ്ടുവന്നു. മൂസാ നബി അദ്ദേഹത്തിൻ്റെ വടി അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്ത് അത് പാമ്പാക്കി മാറ്റി. അവസാനം ആ മത്സരത്തിലും മൂസാ നബി അലൈഹിസ്സലാം വിജയിച്ചു. ഇത് കണ്ടപ്പോൾ ജാലവിദ്യക്കാരായ ഫിറഔനിൻ്റെ അനുയായികൾ എല്ലാവരും വിശ്വസിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു, മൂസയുടെയും ഹാറൂനിലെയും റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മുൻ ധാരണയില്ലെങ്കിൽ, ഇപ്പോൾ ജാലവിദ്യക്കാരായ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വർഗത്തിൽപ്പെട്ടവരാണ്. അവർ ഖിബ്തികളല്ല, ഫിറഔൻ അടിമകളാക്കി വെച്ച ആ നാട്ടിലെ ഫിറഔനിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരാണ് ഈ സാഹിര്യങ്ങൾ കൺകെട്ടുകാരൊക്കെ ആയിട്ട് ഫിറഔന് ജോലി ചെയ്യുന്ന കൺകെട്ടുകാരാണ്. അവർക്ക് അവർ ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിലും മുൻ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് സത്യം മുന്നിൽ കണ്ടപ്പോൾ അവർ വിശ്വസിച്ചു. അതാണ് സംഭവിച്ചത്. അവിടെയാണ് നമുക്കും വേണ്ട ഒരു കാര്യം. ഒരു മുൻധാരണ നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ സത്യം എത്ര കണ്ടാലും
ആളുകൾ വിശ്വസിക്കുകയില്ല, ഒരു ധാരണയിൽ അടിയുറച്ച് നിന്നാൽ. നേരെ മറിച്ച് സത്യം അല്ലാഹുമ്മ അഹ്യിനി അലൽ കിതാബി വസ്സുന്ന വ അമിത്നി അലൽ ഈമാനി വത്തൗബ, അല്ലെങ്കിൽ അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ ഉർസുഖ്ന ഇത്തിബാഅഹു വ അരിനൽ ബാത്തില ബാത്തിലൻ ഉർസുഖ്ന ഇജ്തിനാബഹു. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുവേ, സത്യം സത്യമായി ഞങ്ങൾക്ക് നീ കാണിച്ചു തരികയും അത് പിന്തുടരാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യണമേ. അതാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളൊരാശയത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് നിന്ന് പിന്നെ ആരെന്തൊക്കെ അതിന് എതിരായി പറഞ്ഞാലും അത് ഒഴിവാക്കുകയില്ല, നമ്മൾ പിടിച്ചയിടത്ത് തന്നെ നിൽക്കും എന്ന നിലപാടാണ് ലോകത്ത് എല്ലാ മതത്തിലും കുഴപ്പങ്ങളുണ്ടാവാനുള്ള കാരണം. ഇസ്ലാമിലും അത് തന്നെയാണ്. പല മദ്ഹബുകളും കക്ഷികളും ഒക്കെയായിട്ട് പിരിയാനുണ്ടായ കാരണം അത് തന്നെ. അവർ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യം സത്യമായി ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കാതിരിക്കുക. നേരെ മറിച്ച് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജ്ലത്ത് ഖുലൂബുഹും, സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ പേര് കേൾക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ കൽപ്പന ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവരുടെ ഹൃദയം പേടിക്കും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാറത്തുഹും ഈമാന, അള്ളാഹുവിൻ്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ശരിയായ ഈമാൻ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു മനസ്സായിരിക്കണം നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. ഒരു ഖാലിദ്ദീന്, അതായത് ഒരു ഒഴിഞ്ഞ മനസ്സ്, അതിൽ ശരി കണ്ടാൽ അത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. അവിടെ വെച്ചിട്ട് നമ്മളിവിടെ ഇതുവരെ പിടിച്ചു നിന്നിരുന്ന അതിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ വ്യാഖ്യാനിക്കുകയും തർക്കിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് ഇവർക്കൊന്നും ഉണ്ടായില്ല. ഫിർഔനിൻ്റെ പണിക്കാരായി വന്ന അനുയായികളായി ഫിർഔനിനെ റബ്ബായി സ്വീകരിച്ച് വന്ന മനുഷ്യന്മാർ മൂസാ നബി അലൈഹിസ്സലാം ചെയ്തത് സിഹ്റല്ല, ഞങ്ങൾ ചെയ്തത് സിഹ്റാണ്, മൂസാ നബി ചെയ്തത് ഇതൊരു ദൈവികമായ ഇലാഹിയായ ഒരു കഴിവ് കൊണ്ടാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഫിറൗനെ പോലും പേടിക്കാതെ, ഇതുവരെ യജമാനനായി കണ്ടിരുന്ന ഫിറൗനെ പോലും പേടിക്കാതെ ഖാലു ആമന്നാ ബി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ വിശ്വസിച്ചു, മൂസയുടെയും ഹാറൂനിൻ്റെയും റബ്ബിൽ വിശ്വസിച്ചു എന്നവർ പ്രഖ്യാപിച്ചു. അപ്പോൾ പിന്നെ ഫിറൗന് ഭീഷണിയല്ലാതെ നിവൃത്തിയില്ലാതെയായി. അതാണ് അടുത്ത ആയത്ത്. ഖാല, അവൻ പറഞ്ഞു, അതായത് ഫിറൗൻ, ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും, ആമൻതും ലഹു, നിങ്ങൾ അവനെ വിശ്വസിച്ചിരിക്കുകയാണോ? അവിടെ ഒരു ചോദ്യമുണ്ട്. ആമൻതും ലഹു, ആ രണ്ട് ആണ്ട് ഒഴിവാക്കിയതാണ്. ആമൻതും ലഹു, നിങ്ങൾ അവനെ വിശ്വസിച്ചിരിക്കുകയാണോ? അതൊരു അത്ഭുതത്തോടു കൂടിയാണ് ഫിറഔൻ ചോദിക്കുന്നത്. ഖബ്ല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് ഇതിന് തരുന്നതിൻ്റെ മുമ്പ്, ഇതിന് എന്ന് പറഞ്ഞാൽ സമ്മതം, ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാതെ, എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചിരിക്കുകയാണോ എന്നാണ് ഫിറഔൻ പറഞ്ഞത്. അതൊരു ധിക്കാരത്തിൻ്റെ വാക്കാണ്. ഞാൻ സമ്മതം തന്നാലേ ആളുകൾക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ എന്നുള്ള ധിക്കാരമാണല്ലോ ആ പറഞ്ഞത്. എന്നിട്ടോ ഇന്നഹു ലകബീറുക്കും, ഇന്നഹു അവൻ, അതായത് മൂസ, ലകബീറുക്കും, നിങ്ങളിൽ വലിയവനാണ്, മുതിർന്നവനാണ്, അല്ലദീ അല്ലമക്കുമുസ് സിഹ്റ, നിങ്ങൾക്ക് സെഹിർ പഠിപ്പിച്ചു തന്ന വലിയ ആൾ മൂസയാണ്. അപ്പോൾ ഫിറഔന മറ്റത് തേട്ടി വരികയാണ്. മൂസ ബനു ഇസ്രായേലിൽപ്പെട്ട ആളാണ്, പിന്നെ നിങ്ങളും ബനു ഇസ്രായേലിൻ്റെ ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്കെതിരെ മൂസ വന്നിട്ട് പിന്നെ സെഹിർ പഠിപ്പിച്ചു തന്ന ആളാണ്, നിങ്ങൾ നമ്മളെ ആളല്ല എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിക്കളഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നഹു ലകബീറുക്കും, ആ മൂസ നിങ്ങളിൽ വലിയവനാണ്, അല്ലദീ അല്ലമക്കുമുസ് സിഹ്റ, നിങ്ങൾക്ക് സെഹിർ പഠിപ്പിച്ചു തന്ന വലിയവനാണ് അവൻ, തീർച്ചയായും വലിയവൻ തന്നെയാണ്. ഫലസൗഫ തഅലമൂൻ, നിങ്ങൾക്ക് പിന്നീട് അറിയാറാവും. അതാണ് ഭീഷണി. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ, അതാണ് ഫലസൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾക്ക് അറിയാറാകും. അതായത് ആർക്കാണ്, മൂസക്കാണോ എനിക്കാണോ ശക്തി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാറാകും. എന്നിട്ട് അവൻ ഭീഷണി എന്താ? ലഉഖത്തി അന്ന ഐദിയക്കും, നിങ്ങളുടെ കൈകൾ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും, വ അർജുലക്കും, നിങ്ങളുടെ കാലുകളും, മിൻ ഖിലാഫിൻ, എതിർഭാഗത്തായിക്കൊണ്ട്. ഒരു ഭാഗത്ത് വലതു ഭാഗത്ത് കൈ മുറിച്ചാൽ ഇടത് ഭാഗത്തെ
കാല് മുറിക്കുന്നു, അത് അമിൻ ഖിലാഫിൻ, എതിർ ദിശയിൽ കയ്യും കാലും മുറിക്കും. അതാണല്ലോ പറ്റ മുടക്കാച്ചരക്കാക്കി വെക്കാൻ വേണ്ടി നടക്കുന്നൊരു മാർഗം. ഒരു ഭാഗമാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം ഉപയോഗിക്കാം. ഇത് രണ്ടു ഭാഗം ഉപയോഗിക്കാൻ പ്രയോജനപ്പെടാത്ത വിധം ല ഉഖത്തി അന്ന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫിൻ, നിങ്ങളുടെ കൈകളും കാലുകളും എതിർ ദിശയിൽ ഞാൻ മുറിക്കും. എന്നിട്ട് വല ഉസല്ലിബന്നക്കും, നിങ്ങളെ ഞാൻ സലീബിൽ കയറ്റും. സലീബ് എന്ന് പറഞ്ഞാൽ കുരിശ് എന്നാണ്. അതാ ല ഉസല്ലിബന്നക്കും, നിങ്ങളെ ഞാൻ കുരിശിൽ കയറ്റും. അജ്മഈൻ, എല്ലാവരെയും, നിങ്ങളെ എല്ലാവരെയും കുരിശിൽ തറച്ച് കൊല്ലും. ആ കാലഘട്ടത്തിലെ പുരാതന കാലഘട്ടത്തിൽ മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഒരു വഴി കയറോ അല്ലെങ്കിൽ കുരിശിൽ തറച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുക, അതായിരുന്നു പണി. വെട്ടിക്കൊല്ലലുണ്ട്, അതുപോലെ കയറിൽ തൂക്കിക്കൊല്ലലുണ്ട്. അതോടൊപ്പം കയറിൽ തൂക്കിക്കൊല്ലലുണ്ട്. സൂറത്തു ഹജ്ജിൽ അറിയാലോ, അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, അള്ളാഹു നൽകുന്ന കാര്യത്തിലൊന്നും വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് ഒരു കയറ് കെട്ടി താഴത്തേക്ക് ചാടുക, എന്നിട്ട് മരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കയറ് കെട്ടിക്കൊല്ലലും മരിക്കലും ഒന്നുണ്ട്, കുരിശിൽ തറക്കലുമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ ചരിത്ര സംഭവം അങ്ങനെ കാണാം. അതാണ് വല ഉസല്ലിബന്നക്കും അജ്മഈൻ, നിങ്ങളെല്ലാവരെയും ഞാൻ കുരിശിൽ തറച്ച് കൊല്ലും. കയ്യും കാലും വലത്തും ഇടത്തുമായിട്ട് വെട്ടിമുറിച്ച് കുരിശിലേറ്റി കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ആ സ്പോട്ടിൽ വെച്ചാണ് അവർ വിശ്വസിക്കുന്നത്. അവർക്ക് മുമ്പ് അറിവൊന്നുമില്ല, ഈമാനും ഇസ്ലാമൊന്നുമില്ല. പക്ഷെ അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ വിശ്വസിച്ചു. ആ വിശ്വാസം വളരെ അടിയുറച്ച വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഫിറഔൻ ല ഉഖത്തി അന്ന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫിൻ, നിങ്ങളെ കയ്യും കാലും എതിർ ദിശയിൽ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വല ഉസല്ലിബന്നക്കും അജ്മഈൻ, നിങ്ങളെ എല്ലാവരെയും ഒന്നടങ്കം ഞാൻ കുരിശിൽ കയറ്റും എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു പേടിയും തോന്നിയില്ല. ഖാലു, അവർ പറഞ്ഞു, ലാ ലൈറ, എങ്കിൽ കുഴപ്പമില്ല. ലൈർ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നീ പറഞ്ഞത് ലാ ലൈറ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ചെയ്യാതെ, നെവർ മൈൻഡ് അറിയാം, നെവർ മൈൻഡാക്കി വിടുന്നതിനുള്ളൊരു പദപ്രയോഗമാണ് ലാ ലൈറ. നമ്മളെന്തെങ്കിലും ആരെയും ഭീഷണിപ്പെടുത്തിയാൽ ലാ ലൈറ എന്ന് പറഞ്ഞാൽ ഇജൊന്ന് പോടാ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ലാ ലൈറ, അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല, ഞങ്ങളത് പരിഗണിക്കുകയില്ല. പിന്നെ ഇന്നാ ഇലാ റബ്ബിന മുൻഖലിബൂൻ, ഇന്നാ ഇലാ റബ്ബിന, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മുൻഖലിബൂൻ, മടങ്ങിപ്പോകുന്നവരാണ്. ഏറിയാൽ നീ കൊല്ലലുള്ളൂ, നീ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകും എന്ന് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ അവരുടെ ഈമാൻ അവർ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആ സ്പോട്ടിൽ വെച്ച് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആ വിശ്വാസം ഒരു മഹാരാജാവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വളരെ നിസ്സാരമായി ഭീഷണിയെ തള്ളിക്കളയാനും റബ്ബിങ്കലേക്ക് മരിച്ചുപോയാലും ഞങ്ങൾക്കവിടെ പ്രതീക്ഷയുണ്ട്, നിൻ്റെ ഭീഷണി ഞങ്ങൾ വിലവെക്കുകയില്ല എന്ന് പറയാൻ മാത്രമുള്ള കടുകടുത്ത വിശ്വാസികളായി അവർ മാറി. ഇത് നമ്മൾ പഠിപ്പിക്കേണ്ട വലിയൊരു സംഭവമുണ്ട്, നമുക്ക് അവസാനം നോക്കാം. അതാണ്, എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾ റബ്ബിങ്കലേക്ക് മടങ്ങും. ഇന്നാ നത്മഉ, തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തമ്മഅ യത്മഉ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, കൊതിച്ചു. ഇന്നാ നത്മഉ, ഞങ്ങൾ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. അൻ യഗ്ഫിറ ലനാ റബ്ബുനാ ഖത്വായാന, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ ഖതീഅത്തുകൾ, പാപങ്ങൾ, ഖതീഅത്താണ് ഖത്വായ, പാപം, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് പുറത്തു തരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അൻ കുന്ന അവ്വലൽ മുഅ്മിനീൻ, ഞങ്ങൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമതായത് കാരണത്താൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് പുറത്തു തരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ വിശ്വസിക്കുകയാണ്. നീ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ റബ്ബിങ്കലേക്ക് മടങ്ങും. എത്ര കടുകടുത്ത വിശ്വാസമാണ് അവർ കാണിച്ചത്, ഇല്ലേ? പക്ഷേ ഈ വിശ്വാസം അത് നമുക്ക് ഈ ബനൂ ഇസ്രായേൽക്കാരെ പാഠം പഠിപ്പിച്ചിരുന്നത് എന്തിനാ? ഇത്രയധികം വിശ്വാസികളായ ആളുകൾക്ക് പിന്നീട് എന്താ സംഭവിക്കുന്നത്? അവരാ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു.
മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ബനു ഇസ്രായേൽക്കാരും കൂടി മൂസാ നബിയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ തന്നെ കുറേ കാലം താമസിച്ചു. അതിനിടയിൽ ഫിറൗനിൻ്റെ ഓരോ ഭീഷണി ഉണ്ടാകുമ്പോഴും അള്ളാഹു തആല ഓരോരോ അദാബുകൾ ഇറക്കി കൊടുത്തു. സൂറത്തു അറാഫിലുണ്ട്. എന്തൊക്കെയാണ് അദാബ്? ഫർസൽന അലൈഹിമുൽ ഖുമ്മല വൽ തൂഫാന വൽ ജറ ഫർസൽന അലൈഹിമുൽ എന്താണ് സൂറത്തു അറാഫിൽ കാണാം. എത്രാമത്താണ്? അതായത് അള്ളാഹു തആല ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അതിനൊക്കെയാണ്. നാം ഈ ഭാഗത്തില്ല. ഫർസൽന അലൈഹിം, അവരുടെ മേൽ നാം ഇറക്കിക്കൊടുത്തു അൽ ജറാദ്, അവർ ശിക്ഷയാണ്. ഫിറൗൻ്റെ ഭീഷണിക്ക് കീഴിൽ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. 134 അല്ലേ? ഫർസൽന അലൈഹിം, അവരുടെ മേൽ നാം ഇറക്കിക്കൊടുത്തു തൂഫാൻ അയച്ചു കൊടുത്തു പറഞ്ഞാൽ അവർക്ക് വെള്ളപ്പൊക്കം ഉണ്ടായി ഈജിപ്തിൽ. അതായത് മൂസാ നബി അലൈഹി സ്വലാമിനെയും വിശ്വാസികളായ ഇത്രയും കടുകടുത്ത വിശ്വാസികളായ ആളുകളെ പീഡിപ്പിച്ചപ്പോൾ ഫിറൗൻ്റെ നാട്ടിൽ തൂഫാനുണ്ടായി. അങ്ങനെ മൂസാ നബിൻ്റെ അടുക്കൽ വന്ന് അവർ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ റബ്ബിനോട്. അപ്പോൾ അവരുടെ ഉള്ളിൽ മൂസാ നബിയുടെ റബ്ബ് വലിയവനാണ് എന്ന് അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ മൂസാ നബി പ്രാർത്ഥിച്ചു, വെള്ളപ്പൊക്കമൊക്കെ ഇറങ്ങി. പിന്നെ വൽ ജറാദ്, ഒരുതരം വെട്ടുകിളികൾ, അവർ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഉറങ്ങുന്നിടത്തും തിന്നുന്നിടത്തും കുടിക്കുന്നിടത്തും വെട്ടുകിളി ശല്യമായി. അതും അവർ മൂസാ നബി പ്രാർത്ഥിച്ച് അവർക്കില്ലാതാക്കി കൊടുത്തു. വൽ കുമ്മല, ഒരുതരം ചെള്ള്, അതാണ് കുമ്മൽ, ചെള്ളുകൾ. അവർ ഭക്ഷണം പാകം ചെയ്തു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെള്ള് നിറയുന്നു, അവരുടെ വെള്ളത്തിൽ ചെള്ള് നിറയുന്നു, അവരുടെ കിണറുകളിൽ ചെള്ള് നിറയുന്നു. അവർക്ക് ശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം ചെള്ള് കൊണ്ട് അല്ലാഹു തആല, കുമ്മൽ എന്ന് പറഞ്ഞാൽ ഒരു തരം ചെള്ളുകളാണ്, ചെറിയ ചെള്ളുകളാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു, ഫിറൗൻ്റെ ആളുകളെ. പിന്നെ വല്ലഫാദിയ, തവള, ലിഫ്ദിയാത്ത് എന്ന് പറഞ്ഞാൽ തവളകൾ, അവർ കുടിക്കുന്നിടത്തും തിന്നുന്ന ഭക്ഷണത്തിലൊക്കെ തവള ശല്യം. അതും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്ന് അവർ പരാതി പറഞ്ഞു. അങ്ങനെ മൂസാ നബി പ്രാർത്ഥിച്ചു. അതൊക്കെ അവർക്ക് പഠിക്കാനുള്ള, അവർക്ക് ഗുണദോഷം പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളായിരുന്നു. അവർക്ക് എന്നാലും മൂസാ നബിൻ്റെ പ്രാർത്ഥന കൊണ്ട് ഇത് പോകണ്ടല്ലോ, ഞങ്ങളല്ലാഹ് ശിക്ഷിക്കുന്നുണ്ടല്ലോ, അവർ ചിന്തിച്ചില്ല. വദ്ദമ, രക്തം, അവർക്ക് രക്തമായി, അവരെ തിന്നുന്നിടത്തും കുടിക്കുന്നിടത്തും വെള്ളത്തിലും ഭക്ഷണത്തിലൊക്കെ രക്തം. അതാണ് ആയാത്തി മുഫസ്സലാത്തിൻ, വളരെ വ്യക്തമായി സത്യവും അസത്യവും വേർതിരിയുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അവരുടെ നേരെ അയച്ചു. ഫസ്തക്ബറു, എന്നാൽ അവർ അഹങ്കരിച്ചു. വകാനു ഖൗമൻ മുജ്രിമീൻ, അവർ അക്രമികളായ ജനങ്ങളായി തീർന്നു. അപ്പം അങ്ങനെയൊക്കെ അവരെ പരീക്ഷിച്ചിട്ടും ഇതൊക്കെ ബനൂ ഇസ്രായേൽക്കാർ കാണുന്നുണ്ട്. ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഫിറൗന് അള്ളാഹു അദാബ് ഇറക്കി കൊടുത്തുന്നു, എന്നിട്ട് ഞങ്ങളെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അവർക്ക് അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നു, വീണ്ടും അദാബ് വരുന്നു, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈമാൻ ഉറച്ച് ദൃഢമായ ഈമാനാവുകയാണ്. എന്നിട്ടാണ് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന പ്രകാരം ചെങ്കടൽ അവർ സീനാ മരുഭൂമിയിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നതും രാത്രിയിലൊക്കെ രാമാനം പോകുന്നതും അതിനിവിടെ വരുന്നുണ്ട്. എന്നിട്ട് അവർ കടൽ പിളർന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. അപ്പോഴും അവരുടെ ഈമാൻ കൂടി. എന്നിട്ട് പിന്നെ അങ്ങനെ ഫിറൗനെയും അനുയായികളെയും മുക്കിക്കൊന്നത് അവരുടെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈമാൻ വർദ്ധിക്കാൻ വേറെ പണിയൊന്നുമില്ലല്ലോ, വേറെ ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ ഈമാൻ വർദ്ധിച്ച് സീനാ മരുഭൂമിയിലെത്തി, ശത്രുഭയം മാറി, പിന്നെ മന്നും സെൽവിയോണ്ട് തിന്നും കണ്ട് ഉഷാറായപ്പോൾ നേരെ ഉൾട്ടയായി മാറി, നന്ദികേടായി മാറി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആലാൻ്റെ നിഅമത്ത് മേൽക്കുമേൽ കൊടുത്തിട്ടും അള്ളാഹു പിന്നീട് അനുഗ്രഹങ്ങളോടുള്ള നന്ദികേട് കാണിച്ച് മൂസാ നബി അലൈഹി സ്വലാമിനെ ധിക്കരിച്ച് മൂസാ നബി പൊറുതിമുട്ടി അവരെ ശപിക്കേണ്ടി വന്നു. അന്യ റസൂൽ യാ വഇദ് ഖാല മൂസാ ലിഖൗമിഹി ലിമ തുഉദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, അല്ലേ?
നിങ്ങൾ എന്തിനാണ് എന്നെങ്ങനെ ഇടങ്ങാറാക്കുന്നതെന്ന്. അതാന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നെ അങ്ങനെ ഇറങ്ങാറാക്കുന്നത്? കാരണം അത്രയും അള്ളാഹുവിൻ്റെ മൊയ്ജിസത്തുകൾ അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. വഖത്തഅലമൂന അന്നി റസൂലുള്ളാഹിലേക്കും, ഞാൻ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട റസൂലാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, എന്തിനാ ഉപദ്രവിക്കുന്നത്? അതാ മന്നും സെൽവിയും ഇറക്കിക്കൊടുത്ത് തിന്ന് നല്ല കൂത്താടി ജീവിക്കുമ്പോഴാണ് മൂസാ നബി ഒരു 40 ദിവസത്തെ അവധിക്ക് പോയപ്പോൾ നേരെ പശുക്കുട്ടിൻ്റെ അടുത്തേക്ക് കണ്ടു തിരിഞ്ഞത് ആരാധിക്കാൻ ആ സമൂഹത്തിൻ്റെ. അതാണ് അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി, അല്ലാഹു സൂറത്തു ഹദീദിൽ പറഞ്ഞത്. വിശ്വാസികളായ നിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വിനയപ്പെടാനും ഒമാ നസല മിനൽ ഹഖി, അള്ളാഹു ഇറക്കി തന്ന ഖുർആനിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും നിങ്ങൾക്ക് സമയമായില്ലേ? ഫത്വാല അലൈഹിമുൽ അമദു, കാലം ദീർഘിച്ചപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോയി. ഫിറഔന്റെ മുമ്പിൽ മൂസാ നബി ജയിച്ചപ്പോൾ അവരുടെ ഈമാനം കൊണ്ട് കൂടിയിട്ട് നീ ഞങ്ങളെ കൊന്നാലും ലാ ലൈറ, ഞങ്ങൾക്ക് ഒരു ചുക്കും വരാനില്ല, ഒന്നും വരാനില്ല, ഞങ്ങൾ റബ്ബിങ്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരുന്ന ആ വിശ്വാസികൾ കുറച്ചു കാലം അവിടെ താമസിച്ചു. പിന്നീട് അവർ ഈജിപ്തിൽ താമസിച്ച കൊല്ലം എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞുകൂടാ. 10 കൊല്ലമാണ്, 9 കൊല്ലമാണ്, 18 കൊല്ലമാണ് ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും ഏതാനും കൊല്ലം കണ്ട് കഴിഞ്ഞപ്പോൾ അവർ നേരെ മാറിയിട്ട് അവരുടെ ഫഖസത്ത് ഖുലൂബും, ഹൃദയം കടുത്തുപോയി. ഇത്രമാത്രം അള്ളാഹു ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള ഓർമ്മയില്ലാതെ ഹൃദയം കടുത്തുപോയി. അങ്ങനെ ഹൃദയം കടുത്തുപോയിക്കൊണ്ട് അധിക പേരും ഫാസിഖീങ്ങളായി മാറിയ പോലെ നിങ്ങൾ മാറാതിരിക്കാൻ നേരമായില്ലേ എന്ന് അള്ളാഹു സഹാബിമാരോടാ ചോദിക്കുന്നത്. ഹിജ്റ 4-ാം കൊല്ലത്തിലാണ് ആയത്തിറങ്ങുന്നത് എന്ന ചരിത്രം. അപ്പോൾ ഹിജ്റ 4-ാം കൊല്ലത്തിൽ തന്നെ മനുഷ്യന്മാർക്ക് സഹാബിമാർ വഴിതെറ്റിയിട്ടില്ല. എന്നാലും അള്ളാഹു തആല ചോദിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? കാലം കഴിയും തോറും വിശ്വാസികൾ നേരെ മറിഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു പോകും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ഓരോ കാലം കഴിയും തോറും വിശ്വാസത്തിൽ നിന്ന് ആളുകൾ പിന്മാറി പോകും. ബനൂ ഇസ്രായേൽക്കാരുടെ അനുഭവം അതായിരുന്നു. എന്നിട്ട് ഹൃദയം കടുത്തു പോകും. എന്നാൽ കാലാകാലവും സത്യത്തിൽ ഒരു വിഭാഗം അടിയുറച്ചു നിൽക്കും. ആ കൂട്ടത്തിൽ പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അതാണ് റബ്ബുന ഖത്തായാന അൻ കുന്നാ അവ്വലൽ മുഅ്മിനീൻ. ഇനി അതിൻ്റെ ബാക്കി തന്നെ പറയുന്നത് വഅൗഹൈനാ ഇലാ മൂസാ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. വഅൗഹൈനാ ഇലാ മൂസ. അങ്ങനെ കുറേ കാലം ഈജിപ്തിൽ നിന്നു. അവിടെ അവർക്ക് ശിക്ഷ വന്നു. മൂസാ നബി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെയായി. എന്നിട്ടും ഫിറഔനിൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഔഹൈന, നാം വഹി നൽകി, ഇലാ മൂസ, മൂസാക്ക് നാം വഹി നൽകി, അതായത് മൂസാ നബി അലൈഹിസ്സലാമക്ക്, അൻ അസ്രി ബി ഇബാദി, അസ്രീന സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, രാത്രി പലായനം ചെയ്യിച്ചു എന്ന്. അസ്രി, നീ രാത്രി സഞ്ചരിക്കുക. അൻ അസ്രി ബി ഇബാദി, എൻ്റെ അടിമകളെയും കൊണ്ട് നീ രാത്രി പോകുക. ഇന്നക്കും മുത്തബഊൻ, തീർച്ചയായും നിങ്ങൾ പിൻപറ്റപ്പെടും. അതും കൂടി അറിയിച്ചു. നിങ്ങൾ രാത്രി ഇവിടുന്ന് പോകണം. മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു തആല കൽപ്പന നൽകി. ഒരു രാത്രിയിലാണ് പുറപ്പെടാൻ പറഞ്ഞത്. ഈ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ആ രാത്രി അവർ ഞങ്ങൾക്ക് ഒരു ആഘോഷത്തിന് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഈജിപ്തിലുള്ള ഖിബ്തികളായ ആളുകളുടെ ആഭരണം വായ്പ വാങ്ങിയെന്ന്. അപ്പോൾ അവർ കൂടി ഒന്നിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഖിബ്തികളാണല്ലോ മുതലാളിമാർ, സമ്പന്നന്മാർ. ഇവരൊക്കെ അടിമകളല്ലേ. അതുപോലെ ആഭരണമൊക്കെ വാങ്ങിയിട്ട് വായ്പ വാങ്ങി. കാരണം പ്രാർത്ഥിച്ച് അവരുടെ മൂസാ നബിൻ്റെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയല്ലോ. അപ്പോൾ
ഈ ഇസ്രായേല്യരെ ഫിറഔൻ പീഡിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ കുടുംബങ്ങൾ തമ്മിൽ, ജനങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധമുണ്ടാകും. ആ ബന്ധം ഉപയോഗപ്പെടുത്തി ആഭരണങ്ങളൊക്കെ വായ്പ വാങ്ങി. അതെന്തിനാണ് എന്ന് ഹദീസിലും ഖുർആനിലും വ്യക്തമായി അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ മുഫസ്സിറുകൾ ചില അസറുകൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആഭരണം വായ്പ വാങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉത്സവത്തിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ വേറെ ഇവിടുന്ന് കഴിച്ചിലാകുവാനൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഞങ്ങൾക്ക് എന്തോ ഒരു ഉത്സവമുണ്ട് അതിന് പോവുകയാണ് എന്നുള്ള ആ വ്യാജേന അത് അവരെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആഭരണമൊക്കെ വായ്പ വാങ്ങിയിട്ട് പോയി. ആ രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടായി, ആകെ ഇരുട്ടായി. അതുകൊണ്ട് ആര് എവിടേക്ക് പോകുന്നു എന്നുള്ളതൊന്നും ഈ അയൽവാസികളായ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അന്ന് കഠിനമായ ചന്ദ്രഗ്രഹണം ഉണ്ടായിരുന്നു. അന്ന് രാത്രി പുറപ്പെടാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, അൻ അസ്രി ബി ഇബാദി, എൻ്റെ അടിമകളെയും കൊണ്ട് നീ രാത്രിയിൽ പുറപ്പെടുക. എന്നിട്ട് ഇന്നക്കും മുത്തബാവൂൻ, നിങ്ങൾ പിന്തുടരപ്പെടും, പിൻപറ്റപ്പെടും. അതായത് നിങ്ങളെ ഫിറഔൻ പിന്തുടരും എന്നുകൂടി അറിയിച്ചു. അതായത് അത്ര സുരക്ഷിതമല്ല നിങ്ങൾ. സയത്തബിഉക്കും ഫിറഔനു വജുനൂദുഹു, ഫിറഔനും സൈന്യങ്ങളും നിങ്ങളെ പിന്തുടരും എന്നുകൂടി അറിയിച്ചു. എന്നാലും ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അവരെയും കൊണ്ട് പോയി എന്നതാണ് അടുത്ത് വരുന്നത്. നോക്കാം. ഫഅർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർ പോയി നേരം വെളുത്ത് നോക്കുമ്പോൾ, രാത്രി പിന്നീട് പുലരാൻ നേരത്ത് നോക്കുമ്പോൾ വല കാണില്ല, വീടൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഫിറഔന് സംഗതി മനസ്സിലായി, ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഫഅർസല ഫിർഔനു, ഫിറഔൻ ആളെ അയച്ചു. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു, ആളുകളെ അയച്ചു. ഫിൽ മദാഇനി, പട്ടണങ്ങളിൽ, ആൾതാമസമുള്ള സ്ഥലങ്ങളിലൊക്കെ, ഹാശിരീന, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആളെ അയച്ചു. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടണം. കാരണം സൈന്യങ്ങളല്ലേ, സൈന്യങ്ങളൊക്കെ വിളിച്ചുണർത്തിയിട്ട്, രാത്രിയാണല്ലോ, സൈന്യങ്ങളെ വിളിച്ചുണർത്തിയിട്ട് ഇവരിവിടുന്ന് പോയിട്ടുണ്ട്, അവരെ പിന്തുടരണം, അവരെ പിന്നാലെ പോയിട്ട് അവരെ പിടികൂടണം എന്ന് പറയാൻ വേണ്ടി. ഹസറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി, ജമാ എന്നാ. അതുകൊണ്ടാണ് നമ്മൾ മഹിഷറ എന്ന് പറയും. അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എന്ന് പറയല്ലോ, മഹിഷറയിൽ. അപ്പോൾ ഫിൽ മദാഇനി, മദീനത്ത് എന്ന് പറഞ്ഞാൽ ജനതാമസമുള്ള സ്ഥലങ്ങൾ, അതിന് പട്ടണം എന്നാണ് ഇന്നത്തെ അർത്ഥം പറയാം. അപ്പം മദായിനുകളിൽ, അതായത് ജനതാമസമുള്ള സ്ഥലങ്ങളിലേക്ക് ആളെ അയച്ച്, ഹാശിരീൻ, ആളുകളൊക്കെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ആളെ അയച്ചു. എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ബനൂ ഇസ്രായേൽക്കാരെ പിടിക്കാൻ വേണ്ടി, പിന്നാലെ പോകാൻ വേണ്ടി ആളെ അയച്ചു. എന്നിട്ടോ ഇന്നഹ ഉലായി, അവൻ പറയാണ്, ഇന്നഹ ഉലായി, തീർച്ചയായും ഈ കൂട്ടർ, അതായത് ഈ ബനൂ ഇസ്രായേൽ സമൂഹം, ലശിർദിമത്തുൻ ഖലീലൂൻ, അവർ ചെറിയ ഒരു സംഘമാണ്. ശിർദിമത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂട്ടം, ഒരുപിടി ആളുകൾ. ലശിർദിമത്തുൻ ഖലീലൂൻ, വളരെ നന്നെക്കുറച്ചുള്ള ഒരുപിടി ആളുകളേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കൂടി വരി, നമുക്കവരെ പിടികൂടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിസ്സാരമാക്കുകയാണ്. ഇസ്രായേലരെ നിസ്സാരമാക്കി തള്ളുക. അല്ല ശിർദിമത്തുൻ ഖലീലൂൻ, അവർ ഒരു ചെറിയ സംഘം മാത്രമാണ്. ഹാ ഉലായി, ബനൂ ഇസ്രായേൽ എന്ന കൂട്ടർ. വ ഇന്നഹും, തീർച്ചയായും അവർ, ലനാ ലഗായിലൂൻ, നമ്മളെ കോപ്പിപ്പിക്കുകയാണ്. അവർ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഗൈള് എന്ന് പറഞ്ഞാൽ കോപ്പം. അവർ നമ്മളെ കോപ്പിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ആഭരണങ്ങളൊക്കെ വാങ്ങി നമ്മളറിയാതെ നാട് വിട്ടിട്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അവർ ചെറിയ ഒരു സംഘമുള്ളൂ, പക്ഷേ മഹാശല്യക്കാരും നമ്മൾക്ക് കോപ്പമുണ്ടാക്കുന്ന ആളുകളാണ്. ഗായിള് എന്ന് പറഞ്ഞാൽ ഗൈള് ഉണ്ടാക്കുന്നവർ, നമ്മളുടെ മനസ്സിൽ കോപ്പമുണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നവർ ആണവർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ ആളുകളെ കൂട്ടി. എന്ന് മാത്രമല്ല, വ ഇന്നാ ലജമീഉൻ ഹാദിറൂൻ, വ ഇന്നാ ലജമീഉൻ, തീർച്ചയായും നമ്മളെല്ലാം, ഹാദിറൂൻ, ഭയപ്പെടേണ്ടവരാണ്. കാരണം ഓലെന്തോ ചെയ്യാൻ പോകുന്നുണ്ട്, ഓലെന്തോ ഒരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയായിരിക്കും. അതുകൊണ്ട് ഹദർ എന്ന് പറഞ്ഞാൽ ജാഗ്രത പുലർത്തണം. നമ്മൾ നല്ല ജാഗ്രത പുലർത്തണം. അവർ നമ്മളുടെ ശത്രുക്കളും നമ്മൾക്ക് കോപമുണ്ടാക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് എല്ലാവരും വരണം എന്ന് ഫിറഔൻ
അർസല ഫിർഔനു ഫിൽ മദാഇനി, മദീനത്ത് പട്ടണങ്ങളിലേക്ക് ജനവാസമുള്ള സ്ഥലങ്ങളിലേക്ക് ആളെ അയച്ച് ഓലൊക്കെ കൂട്ടി പോരുകയാണ്. ഫഅഖ്റജ്നാഹും, അങ്ങനെ നാം, പിന്നെ അള്ളയാണ് പറയുന്നത്, അഖ്റജ്നാഹും, അവരെ ആ ഫിർഔനിനെയും അനുയായികളെയും നാം പുറത്തിറക്കി, മിൻ ജന്നാത്തിൻ, അവരുടെ തോട്ടങ്ങളിൽ നിന്ന്, വഉയൂൻ, അവരുടെ അരുവികളിൽ നിന്നും, വകുനൂസിൻ, അവരുടെ നിധികളിൽ നിന്നും, വമഖാമിൻ കരീം, അവരുടെ ഉന്നതമായ വീടുകളിൽ നിന്നും. മഖാം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലം, അവരുടെ ഉന്നതമായ താമസ ഇടങ്ങളിൽ നിന്നും, നിധികളിൽ നിന്നും, അവരുടെ അരുവികൾ, ഒയൂൻ പുഴ, അരുവികളിൽ നിന്നും, ജന്നാത്ത് തോട്ടങ്ങൾ. അപ്പോൾ അവർ നല്ല തോട്ടങ്ങളിൽ, അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ, നിധികളൊക്കെ വെച്ച് കുഴിച്ചിട്ട ഭൂമിയിൽ, നല്ല നല്ല വലിയ വലിയ മേടകളിൽ, മഖാമുൻ കരീം, ഉന്നതമായ മേടകളിൽ താമസിക്കുകയാണ്. അവിടുന്നൊക്കെ പോലെ അല്ലാഹു തആല ഒന്നിച്ച് മൂസാ നബിനെയും അനുയായികളെയും പിന്തുടരാൻ വേണ്ടി ഫിറഔൻ തന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്നിച്ച് അവരുടെ താമസ ഇടങ്ങളിൽ നിന്ന് പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂസാ നബിനെ പിന്തുടർന്ന് പോവുകയാണല്ലോ ചെങ്കടൽ തീരത്തേക്ക്. അതാണ് അഖ്റജ്നാഹും, അള്ളാഹുവിൻ്റെ ഒരു പദ്ധതി അതായിരുന്നു. അഖ്റജ്നാഹും, അവരെ നാം പുറത്തിറക്കി. കദാലിക, അപ്രകാരം, വഔറസ്നാഹ, ആ സ്വത്തുക്കളെയെല്ലാം നാം അനന്തരമാക്കി കൊടുത്തു, ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തിന്, ഇസ്രായേലിൻ്റെ മക്കൾക്ക്. ഇസ്രായേലിയരുടെ പിന്നാലെ അവർ കൂടിയപ്പോൾ ഓരോരോ വീടൊക്കെ വിട്ട് ഇവരുടെ ഒപ്പം കൂടിയതോടുകൂടി അല്ലാഹു തആല ഇസ്രായേലിയർക്കാണ് ഇനി ആ സമ്പത്ത്, ഇനി അതിലേക്ക് അവർ മടങ്ങുകയില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിരുന്നു. ആര്? പിന്നെ ഈജിപ്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അവർ ഈജിപ്ത് ഭരിച്ച് ഈജിപ്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അത് പിന്നെ പിൽക്കാലത്താണ്. അതായത് ഇതിൻ്റെ അവകാശം പിന്നെ ഇസ്രായേലിയർക്കാണ് കിട്ടിയത്. ഈജിപ്ത് അത് പിന്നെ വേറെ വഴിക്ക് വന്നിട്ടുണ്ടാകും. ഏതായാലും ഓലടുത്തുനിന്ന് പോയല്ലോ, ഓലടുത്തുനിന്ന് പോയി. ഔറസ്നഹ ബനി ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മക്കൾക്ക് അനന്തരം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ സമ്പത്തൊക്കെ അല്ലാഹു തആല ഇവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ടാകും. അതായത് പിന്നെ കണ്ടില്ല, ഇതിൽ കാണാം, അല്ലദീന ജഅലൂഹും മിൻ ഖിബലി അബീദിഹിം, അവരുടെ അടിമകളായിരുന്നല്ലോ ആ അടിമകളായ ആളുകൾ, വസഖറൂ ഫി അഅമാലി മശാഖ, വളരെ ബുദ്ധിമുട്ടുള്ള പ്രവർത്തനത്തിൽ അവരെ പീഡിപ്പിച്ചിരുന്ന ആളുകൾക്ക് അനന്തരം കൊടുത്തു. ഫസുബ്ഹാന മൻ യുഅ്തിൽ മുൽക മൻ യശാഉ, അള്ളാഹുവാണ് പരിശുദ്ധൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭരണം കൊടുക്കുന്നു. വയൻസിഉഹു അമ്മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ഭരണം അവൻ പിടിച്ചു വാങ്ങുന്നു. വയുഇസ്സു മൻ യശാഉ ബിതഅതിഹി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ആളുകൾക്ക് അല്ലാഹു തആല ഇസ്സത്ത് നൽകുന്നു. അള്ളാഹുവിനെ മഅസിയത്ത് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല യുദില്ലു മൻ യശാഉ ബിമഅസിയതിഹി, അവൻ നിന്ദത നൽകുന്നു. അപ്പോൾ അല്ലാഹു തആല പിന്നീട് അവരെ കൊന്നു. പിന്നെ ഈജിപ്ത് ഭൂമിയും ആ പ്രദേശങ്ങളെല്ലാം അവർക്ക് അല്ലാഹു തആല അനന്തരമായി ബനു ഇസ്രായേൽക്കാർക്ക് അനന്തരമായി കൊടുത്തു. എന്നിട്ട് അതങ്ങനെയാണ്. അത് പിന്നീട് അവർ പോകുന്ന സമയം പറയണം. അതിൻ്റെ ഇടയിൽ ബലാണ്ട് പുറത്തിറങ്ങിയതോടുകൂടി ഇതിന് അനന്തരം അവകാശം മറ്റൊൽക്കായി മാറി. ഫഅത്ബഊഹും, കാരണം ബനു ഇസ്രായേൽക്കാരെ തൽക്കാലം മൂസാ നബി അക്കരക്ക് കൊണ്ടുപോവുകയാണെങ്കിലും ഈ അവരുടെ വീടും അവർ താമസിച്ചിരുന്നതും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ ആരുടേതാ? ബനു ഇസ്രായേൽക്കാർ തന്നെയാണല്ലോ. അപ്പോൾ അത് അവർക്ക് തിരിച്ചു നൽകുകയാണ് അല്ലാഹു. ഫഅത്ബഊഹും, അങ്ങനെ അത്ബഊഹും, അവർ ഇവരെ പിന്തുടർന്നു. അതായത് ആ ഫിർഔനിൻ്റെ ആളുകൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആളുകളെ പിന്തുടർന്നു. മുശ്രിഖീൻ, നേരം പുലരുന്ന ആ നേരത്ത്. അപ്പോൾ നേരം പുലരുമ്പോഴേക്ക് ഇവരുടെ ഒപ്പമെത്തിയിട്ടുണ്ട് മൂസാ നബി. ശുറൂഖു ശംസ്, അതാണ് ശുറൂഖു ശംസിൻ്റെ മുശ്രിഖീൻ, അതാ സൂര്യോദയ സമയമാകുമ്പോഴേക്ക് അവർ ഇവരെ പിന്തുടർന്നു. അപ്പോൾ നേരം വെളുത്തപ്പോഴേക്ക്
ഒരു സംഗതി അറിഞ്ഞു പിടിച്ച് ഇവരെ പിന്നാലെ രാത്രിക്ക് രാമാനം അവർ അവരുടെ നാടും വീടൊക്കെ ഒഴിവാക്കി അവരുടെ മണിമാടികകളും തോട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവരെ പിന്തുടർന്ന് നേരം വെളുത്തപ്പോഴേക്ക് ഇവരെ പിന്തുടർന്ന് ഒപ്പമെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഒപ്പമെത്തിക്കഴിഞ്ഞു എന്നാണ് ആ പറയുന്നത് മുശ്രിക്കീൻ. എന്നിട്ടോ ഫലമ്മാ തറാ അൽ ജംആനി, തറാ എന്ന് പറഞ്ഞാൽ അങ്ങണ്ടും കണ്ടും കണ്ടു എന്ന്, റആ എന്ന് പറഞ്ഞാൽ കണ്ടു, തറാ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ഫലമ്മാ തറാ അൽ ജംആനി, അത് ഓതുമ്പോൾ ഫലമ്മാ തറാ അൽ ജംആനി, രണ്ട് സംഘവും, ജംഉ ഫിർഔൻ ജംഉ മൂസ അലൈഹിസ്സലാം, ഫിർഔനിൻ്റെ സംഘവും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, കാരണം ഇവർ ചെങ്കടൽ തീരത്തെത്തി മറ്റോല് വരുന്നുണ്ട്, നേരം വെളുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ് അവർ. ഫലമ്മാ തറാ അൽ ജംആനി, അവർ രണ്ട് സംഘങ്ങളും തമ്മിൽ പരസ്പരം കണ്ടപ്പോൾ ഖാല അസ്ഹാബു മൂസ, മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഇപ്പോൾ നമ്മൾ പിടികൂടപ്പെടുന്നവരാണല്ലോ. ഇന്നാ, തീർച്ചയായും നാം, ലമുദ്റകൂൻ, പിടികൂടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു. അദ്റക എന്ന് പറഞ്ഞാൽ പിടികൂടിയെന്ന്. നമ്മളിപ്പോൾ ഇവിടെ പിടികൂടുമല്ലോ, ഫിറൗന് വരുന്നുണ്ടല്ലോ, നമ്മളെ മുമ്പിൽ കടലാണ്, ബാക്കിൽ പിന്നിൽ ഫിറൗനും സംഘവും വരുന്നുണ്ട്. അപ്പോൾ ഇന്നാല മുദ്റക്കൂൻ, നമ്മൾ പിടികൂടപ്പെടുമല്ലോ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അതിൻ്റെ ആ പറച്ചിൽ പറയുന്നുണ്ട്, എന്താ കണ്ടത്, ഞങ്ങളെ കൊണ്ട് എന്താ കണ്ടത് എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത പ്രയാസപ്പെടുത്തലാണ്. മൂസാ നബിനെ പ്രയാസപ്പെടുത്തിയപ്പോൾ മൂസാ നബിനെ ബുദ്ധിമുട്ടിക്കാണ്, ഞങ്ങളെ അവനെ പിടിച്ചു കൊല്ലുമല്ലോ, എന്തിനാ അവിടുന്ന് കണ്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെയുള്ള അവരുടെ ആ ശല്യം പ്പെടുത്തലാണ് ആ പറയുന്നത് ഇന്നാല മുദ്റക്കൂൻ. അത് വേറെ ഭാഗത്ത് അത് അങ്ങനെ തന്നെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ് ആ വിശ്വാസം. കാല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കെല്ല, വേണ്ട, അതായത് അങ്ങനെയല്ല, പിടികൂടൂല എന്നർത്ഥം. കെല്ല എന്ന് പറയുന്നത് ഇന്നാല മുദ്റക്കൂൻ എന്നുള്ളതിനെ അങ്ങോട്ട് നിഷേധിക്കുകയാണ്. കെല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെയല്ല കാര്യം, അതാണ് കെല്ല, അങ്ങനെയല്ല, അതായത് പിടികൂടൂല. ഇന്ന മഴിയ റബ്ബി, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ നമ്മളെ രക്ഷപ്പെടുത്തി രക്ഷാമാർഗത്തിലേക്ക് വഴി കാണിക്കും. സയഹ്ദീനി, എന്നെ അവൻ വഴി കാണിക്കും, ഒരു നല്ല കാര്യത്തിലേക്ക് വഴി കാണിക്കും. നമ്മളെ റബ്ബുണ്ട്. അപ്പോൾ ആ തവക്കുൽ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് ഇന്നാല മുദ്റക്കൂൻ എന്ന് പറഞ്ഞു കൊടുത്തല്ലോ, ഇന്നക്കും മുത്തബഊ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പിന്തുടരപ്പെടും, അപ്പം ഞാൻ നിങ്ങളെ സഹായിക്കും. അവരെ കൊല്ലാൻ വേണ്ടി അള്ളാഹു എടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ മൂസാ നബിക്ക് അതിൽ ഉറപ്പുണ്ട്. അപ്പോൾ മൂസാ നബി പറഞ്ഞു, കല്ല ഐ ലൈസൽ അമ്രു കമാദക്കർത്തും, പിടികൂടെന്ന് പറഞ്ഞ കാര്യമല്ല, അതൊന്നും അതുപോലെയല്ല കാര്യം വരല്. ഇന്ന മഴിയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് മൂസാ നബി അവരോട് പറഞ്ഞു. അതാണ്. എന്നിട്ട് ഫഔഹൈനാ ഇലാ മൂസ, മൂസാ നബിയിലേക്ക്, മൂസാ നബിക്ക് നാം ബോധനം നൽകി, വഹി നൽകി. എന്ത്? അൻ ഇളരിബ് ബി അസാക്ക, നിൻ്റെ വടി കൊണ്ട് അടിക്കണമെന്ന്. ലറബ, അടിച്ചു. അൻ ഇളരിബ്, അടിക്കണമെന്ന് വഹി നൽകി. ബി അസാക്ക, നിൻ്റെ വടി കൊണ്ട്. അൽ ബഹ്റ, ആ സമുദ്രത്തെ. ഫൻ ഫലക, അപ്പോൾ ആ സമുദ്രം അടിച്ചു. അപ്പോൾ ആ ഫൻ ഫലക, ആ സമുദ്രം പിളർന്നു. ഫകാന കുല്ലു ഫിർഖിൻ, അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗവും കത്തൗദിൽ അലീം, ഒരു വലിയ മല പോലെയായി മാറി. ഇവിടെ നമ്മൾക്ക് മുഅ്ജിസത്താണ്. നമ്മളങ്ങനെയുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞത് എന്തോ അത് നമ്മളങ്ങനെ വിശ്വസിക്കുക. അള്ളാഹു തആലാക്കത് ചെയ്യാൻ കഴിയും എന്ന് നമുക്കറിയാമല്ലോ. സമുദ്രം വടികൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോൾ ഫൻ ഫലക, ആ സമുദ്രം പിളർന്നു. അതാണ് ഫലക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അറിയാലോ, പിളർന്ന് പ്രഭാതത്തെ പൊട്ടി പിളർത്തുന്ന ആ റബ്ബ് എന്നാണ് ഫലഖ് എന്ന് പറയുമ്പോൾ. അവിടെയാണ് ഫൻ ഫലക, സമുദ്രം പിളർന്നു. ഫകാന കുല്ലു ഫിർഖിൻ, എല്ലാ ഫിർഖും, ഫിർഖ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, രണ്ട് ഭാഗമായി പിളർന്നപ്പോൾ ഒരു ഫിർഖ് കത്തൗദിൽ അലീം, ഒരു വലിയ മല പോലെ. കാരണം തിരമാലകളും
ഒക്കെയുള്ള ഒരു സമുദ്രം അത് പിളർന്നു പോയപ്പോൾ രണ്ട് ഭാഗത്തും വെള്ളം ഇങ്ങനെ ചൊറച്ചു നിൽക്കുന്ന വെള്ളം കണ്ടിട്ട് കത്തൗദിൽ അലീം, വലിയ മല പോലെയായി തോന്നി. അതാണ് ജബല് എന്ന തൗദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജബല് എന്ന, ജബലുൽ അലീം എന്ന. അതിൽ കൂടി മൂസാ നബി അലൈഹി ഇസ്ലാം അതിനോട് കടക്കുകയാണ്. അതാണ് അടുത്ത നാം അടുപ്പിച്ചു കൊണ്ടുവന്നു, സമ്മ അവിടേക്ക്, അൽ ആഖരീൻ മറ്റേ വിഭാഗത്തെ. അപ്പം ഇവരെ പിളർന്നു, നല്ല മല പോലെയായി. ആ പിളർന്ന അതിൽ കൂടി അവർ നടന്നു കാണും. മൂസാ നബി അലൈഹി സ്വലാം അവരെ രക്ഷപ്പെടുത്തുകയാണല്ലോ, അവർ രക്ഷപ്പെടുത്തി കാണും. അപ്പോൾ അവരിങ്ങനെ നടന്നു പോയപ്പോൾ അസ്ലഫ്ന അവിടേക്ക് നാം അടുപ്പിച്ചു, സമ്മ അവിടേക്ക്, അൽ ആഖരീൻ മറ്റേ വിഭാഗത്തെ. ഇവരിങ്ങനെ നടന്നു പോയപ്പോൾ അവിടേക്ക് മറ്റൊരിങ്ങനെ പിന്നാലെ വന്ന് ആ പിളർന്ന സമുദ്രത്തിലേക്ക് അവരങ്ങോട്ട് അടുപ്പിച്ചു. അസ്ലഫ്ന സമ്മൽ ആഖരീൻ, അവിടേക്ക് മറ്റേ വിഭാഗത്തെ നാം അടുപ്പിച്ചു. അവരും ആ നടന്നുപോയ വഴിയിൽ അങ്ങോട്ട് കടന്നു. അവർ കടന്നപ്പോൾ മറ്റോല് അവിടെ നിന്നെല്ലാം നടന്ന് അക്കരെ എത്തി. ഇതൊക്കെയാണ് അതിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് ഖുർആൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. വഅസ്ലഫ്നാ സമ്മൽ ആഖരീൻ വഅൻജയ്നാ മൂസാ നബിയെ നാം രക്ഷപ്പെടുത്തി, വമൻ മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും, അജ്മഈൻ ഒന്നടങ്കം നാം രക്ഷപ്പെടുത്തി. അപ്പോൾ അവർ നടന്ന് അതിലേക്ക് അക്കരെ പോയിട്ടുണ്ടാകും, ഇവർ നടന്ന് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി, എല്ലാവരും ഇതിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴേക്ക് അവർ അക്കരെ എത്തി കടലിൽ നിന്ന് കയറിയും കാണും. വഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ, മൂസയെയും മൂസയുടെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. സുമ്മ പിന്നീട് അഗ്റഖ്നൽ ആഖരീൻ മറ്റേ വിഭാഗത്തെ നാം മുക്കി നശിപ്പിച്ചു, മുക്കിക്കൊന്നു. അപ്പം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു മൊയ്ജിസത്താണ്. ഈ മൊയ്ജിസത്ത് ഇങ്ങനെ സംഭവിച്ചതായിട്ട് ഖുർആൻ മാത്രമല്ല, തൗറാത്തിലും ഈ വിഷയങ്ങൾ, ഇഞ്ചീലിലും ഒക്കെ, പൂർവ്വകാല വേദങ്ങളിലൊക്കെ ഈ ജാതി വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ ഇവർക്കൊക്കെ അറിയുന്നതാണ്. അഹ്ലു കിതാബികൾക്കൊക്കെ അറിയുന്ന വിഷയം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ. കാരണം തൗറാത്ത് ഇറങ്ങുന്നത് സീനാ മരുഭൂമിയിലെത്തി, അവിടുന്നാണല്ലോ പിന്നെ തൗറാത്ത് കിട്ടുന്നത്. അപ്പം അതിൽ ഈ വിഷയങ്ങളൊക്കെ മൂസാ നബി അവരനുഭവിച്ചത് മൂസാ നബിയുടെ വേദത്തിൽ കൂടി അവർ പഠിച്ചിട്ടുണ്ട്. അവരുടെ അഹ്ലുൽ കിതാബികൾ തലമുറകളായി കൈമാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബുദ്ധിപരമായി കടല് പിളരെ ഇപ്പോൾ മുസ്ലിം ഖുർആൻ വ്യാഖ്യാനിച്ച പല ഖുർആൻ വ്യാഖ്യാതാക്കളും മലയാളികളടക്കമുള്ള ആധുനികമായി മാത്രം ബുദ്ധിക്ക് നിരക്കാത്തതൊക്കെ തള്ളിക്കളയുന്ന പല വ്യാഖ്യാതാക്കളും ഇതിനെ ബുദ്ധിക്ക് യോജിപ്പിക്കാൻ വേണ്ടി കടല് പിളരയേ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കടല് പിളരുക എന്നുള്ളതൊരു അന്ധവിശ്വാസമല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് ഇതിനെ ബുദ്ധിക്ക് യോജിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. മൂസാ നബി ചെങ്കടലിൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കടലിൻ്റെ താഴ്ന്ന ഭാഗങ്ങളും കരഭാഗങ്ങളും വെള്ളം കുറഞ്ഞ സ്ഥലവും വെള്ളം കൂടിയ സ്ഥലമൊക്കെ അറിയാം. അപ്പോൾ മൂസാ നബി ആ വടി കൊന്നിങ്ങനെ കുത്തിപ്പിടിച്ച് ആ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൂടി അവരെ അങ്ങോട്ട് അക്കരക്ക് കടത്തി. ഫിറഔന് അങ്ങനെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇവരുടെ കൂടെ അങ്ങനെയാണ് പിന്നാലെ കൂടിയപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ബുദ്ധി കൊണ്ട് സംഗതി വെള്ളത്തിൽ കരഭാഗത്തു കൂടി മൂസാ നബി കൊണ്ട് കടന്നു. കടൽ പിളർന്നു എന്നുള്ള ആ മൊയ്ജിസത്ത് പലപ്പോഴും ബുദ്ധിപരമായി ഉൾക്കൊള്ളാൻ മടിയുള്ള ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. ഇതിനപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. മനുഷ്യൻ്റെ ശരീരത്തിൽ നമ്മളുണ്ടായത് തന്നെ നമ്മളുടെ മാതാപിതാക്കളുടെ ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് നമ്മളുണ്ടായത് തന്നെ അത്ഭുതമല്ലേ? പിന്നെ എന്തിനാ അപ്പം അതിനൊക്കെ വ്യാഖ്യാനിക്കണ്ടോല്? ഇതെങ്ങനെ വ്യാഖ്യാനിക്കാം? അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മൊയ്ജിസത്തിന് മൊയ്ജിസത്തായി കാണുക. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം, അത്രയേ ഉള്ളൂ. ആ മൊയ്ജിസത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മൊയ്ജിസത്ത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഖുർആൻ വിശ്വസിക്കേണ്ടവർ മൊയ്ജിസത്ത് വിശ്വസിക്കേണ്ടവരാണ്. പിന്നെ അവർ ദീനിൽ നിന്ന് പോയില്ലേ? അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവർക്ക് മനസ്സിലായ ചില കാര്യങ്ങളനുസരിച്ച്
അവർ അതിനെ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് അവർ എത്രത്തോളം തെറ്റുകാരായി ദീനിൽ നിന്ന് പോയതൊന്നും നമ്മളെന്ത് വേണ്ട, തീരുമാനിക്കേണ്ടതില്ല. ഉണങ്ങിയ യബസൻ എന്നുണ്ട്. യബസൻ എന്ന് വേറെ സ്ഥലത്തുണ്ട്. അതായത് ശരിക്കും ഉണങ്ങിയ വഴികൾ ഉണ്ടാക്കി, അതന്നെ 12 വഴികൾ ഉണ്ടാക്കി കൊടുത്തു എന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ 12 ഗോത്രങ്ങളാണല്ലോ. സമുദ്രത്തിൽ 12 വഴികൾ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ച് കാണാം. അതൊക്കെ ഒരു പക്ഷേ ബനീ ഇസ്രായേലുകളിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളായിരിക്കും. ഏതെങ്കിലും ഉണങ്ങിയ വഴികളാണ്, ഉണങ്ങിയ നല്ല പച്ചയായ ചളി വരേണ്ട വഴികളല്ല, നല്ല വഴികൾ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെയാണ്. മൊയ്ജിസത്താണ് അത്, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. പല മൊയ്ജിസത്തുകളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതിൽപ്പെട്ടൊരു മൊയ്ജിസത്താന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഒത്തുറുക്കിൽ ബഹറ റഹ്ബൻ, അതുപോലെ യബസൻ ഫിൽ ബഹർ എന്നുണ്ട്. അവിടെ എനിക്ക് ഓർമ്മയില്ല. ശരി, എന്നിട്ട് അള്ളാഹ് പറയാൻ സുമാഖറഖ്നൽ ആഖരീൻ, ബാക്കിയുള്ളവരൊക്കെ മുക്കിക്കൊന്നു. ഏതായിരുന്നാലും ഫിറഔൻ മരിച്ചു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഫിറഔൻ കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് സംശയമില്ല. ആ മരിച്ച ഫിറഔൻ അവൻ്റെ ജഡം പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ഈജിപ്തിലുള്ള ആ മമ്മി, ആ ജഡം ഈ കടലിൽ മുങ്ങി മരിച്ച ഫിറഔൻ്റേതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ആ കടലിൽ അവന് മുങ്ങി മരിച്ചു, പിന്നെ ആ മുങ്ങി മരിച്ചപ്പോൾ അവിടെ വഴി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ്. അത് മൊയ്ജിസത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയാൽ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ലല്ലോ. കദാലിക വൗറസ്നഹ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞിടത്ത് ഇസ്രായേല്യരുടെ ആഭരണങ്ങളുടെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതായിരുന്നാലും മറ്റൊരു മുങ്ങി നശിച്ചോടുകൂടി ഇവൽക്കായി, അനന്തരാവകാശം അവർക്കായി. പിന്നീട് ഈജിപ്തിലുണ്ടായിരുന്ന അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ തോട്ടങ്ങളും ഒക്കെ മറ്റു ജനവിഭാഗങ്ങൾ അവിടെ വന്ന് കുടിയേറി താമസിക്കുകയും ആ ജനവിഭാഗങ്ങളെ പിൽക്കാലത്ത് ഇസ്രായേൽ സമൂഹം കീഴടക്കി അവരുടേതാക്കുകയും ചെയ്തു എന്നൊക്കെ ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഈജിപ്തിൽ പിന്നെ ഫിറഔനെ മരണശേഷം അവർ അതിൻ്റെ അധികാരികളായി മാറുന്നത്. ആവട്ടെ, സുമാഖ്റഖ്നൽ ആഖരീൻ ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരുടെ കൂട്ടത്തിൽ അധിക പേരും വിശ്വാസികളായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഇപ്പോഴുള്ള ആളുകൾക്ക് സംശയം എന്താണെന്ന് ചോദിച്ചാൽ, കടൽ പിളർത്തേ, എന്നിട്ട് അവിടെ ഉണങ്ങിയ വഴി ഉണ്ടാവുകയെ, എന്നിട്ട് അതിൽ കൂടി പോലും ഇങ്ങനെ നടക്കുക, ഒരു സമുദ്രത്തിൻ്റെ വെള്ളം 2 പിളർപ്പായിട്ട് വലിയ മല പോലെ അവിടെ ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രകൃതിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ്. എന്നാൽ ഏതായിരുന്നാലും ഈ ഖുർആൻ പറഞ്ഞത്, ഈ സംഭവം പറഞ്ഞപ്പോൾ അത് കേട്ട അഹ്ലുൽ കിതാബിൻ്റെ ആളുകളുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ഉപദ്രവിക്കാനും എതിർക്കാനും ശ്രമിക്കുന്ന അഹ്ലു കിതാബികളിലെ പണ്ഡിതന്മാരാരും ഖുർആൻ ഈ പറഞ്ഞതിനെ അതൊരു അന്ധവിശ്വാസമാണ്, അങ്ങനെ കടലിൽ പിളർന്ന് വലിയ മല പോലെ, 2 ചൊറച്ചു നിൽക്കുന്ന മല പോലെ വെള്ളം ഇങ്ങനെ 2 ഭാഗത്തും ചൊറച്ചു നിന്ന് ഇവിടെ വലിയൊരു വിശാലമായ റോഡുണ്ടായി അതിൽ കൂടി നടന്നു പോകുക എന്നുള്ളതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കള്ളക്കഥയാണ് എന്ന് നബിയുടെ കാലത്തോ അല്ലെങ്കിൽ പിൽക്കാലത്തോ ഉള്ള അഹ്ലുൽ കിതാബികൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയണമല്ലോ. ഇപ്പോഴാണ് നമുക്കതൊരു ബുദ്ധിക്ക് യോജിക്കാത്ത മൊയ്ജിസത്തായിട്ട് തോന്നിയത്. അപ്പം അത് തോന്നേണ്ടതില്ല, അത്രയേ ഉള്ളൂ. കദാലിക, അപ്രകാരം. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും വിശ്വാസികളായിരുന്നില്ല. വ ഇന്ന റബ്ബക, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് ലഹുവൽ അസീസുർ റഹീം, അവൻ പ്രതാപിയും അതുപോലെ പരമകാരുണികനും തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ റബ്ബ് അസീസാണ്, എല്ലാവരെക്കാളും പ്രതാപമുള്ളവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അതിലൊരാശയമുണ്ട്. എന്താണ്? അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ
അവരോട് അല്ലാഹു തആല കരുണ ചെയ്യും. ആ കാരുണ്യം പ്രതാപിയായ അള്ളാഹു എത്ര വലിയ ഫിറഔന്മാരെ നശിപ്പിച്ചുകൊണ്ടായാണെങ്കിലും അല്ലാഹു തആല ആ കാരുണ്യം ആവർത്തിക്കും. അള്ളാഹുവിനത് സാധിക്കും. ഇന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പടച്ചോന് എന്തെല്ലാം ചെയ്ത് അട്ടിമറികൾ ഉണ്ടാക്കിയിട്ട് എത്ര വലിയ അക്രമികളെയും നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹു കാരുണ്യവാനാണ്. പക്ഷേ ആ കാരുണ്യം അള്ളാഹു ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അതിന് അർഹരായിരിക്കണം ജനങ്ങൾ. മൂസാ നബിയും അനുയായികളും അതിന് അർഹരായപ്പോൾ അള്ളാഹു ആ കാരുണ്യം അവർക്ക് കൊടുത്തു. അള്ളാഹുവിനേക്കാളും റബ്ബാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്ന ഫിറഔനെ അള്ളാഹു തആല നശിപ്പിക്കാൻ മാത്രം അള്ളാഹു അസീസായി അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് ഇന്നും സംഭവിക്കും. എത്ര വലിയ മഹാ അക്രമികളെയും മഹാരാജാക്കന്മാരെയും താഴ്ത്താനും മർജിതരായ ആളുകളെ രക്ഷപ്പെടുത്താനും അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹു റഹീമാണ്. പക്ഷേ ആ റഹ്മത്തിന് നമ്മൾ അർഹരാവണം എന്ന ഒരാശയവും കൂടി ഇതിലുണ്ട്. ശരി, നമുക്ക് പോവാം. വത്ലു അലൈഹിം നബഅ ഇബ്രാഹീം ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅ്ബുദൂൻ ഖാലൂ നഅ്ബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ. ഇനി മൂസാ നബിയുടെ ചരിത്രം തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് ഇബ്രാഹിം നബിയുടെ ചില സംഭവത്തിലേക്ക് മുകളിലേക്ക് പോവുകയാണ്. ഒത്തുലു അലൈഹിം, അവർക്ക് താങ്കൾ ഓതിക്കൊടുക്കുക. തലായത്തുലു, വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക, ഓതിക്കൊടുക്കുക. നബഅ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വൃത്താന്തം, വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയുള്ള വാർത്ത, ഖബർ എന്നർത്ഥമാണ് നബ. ഇത് ഖാലലി അബിഹി, നബഇന് മറ്റൊന്നും കൂടി ഉണ്ട്. ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത അദൃശ്യ വർത്തമാനത്തിനാണ് നബ എന്ന് പറയാം. അനിൻ നബ ഇൽ അലീം എന്ന് പറയാലോ. അമ്മയത്തസാലൂൻ അനിൻ നബ ഇൽ അലീം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയുള്ള ആ വൃത്താന്തം അവർക്ക് താങ്കൾ ഓതിക്കൊടുക്കുക, വായിച്ചു കൊടുക്കുക. എന്താണത്? ഇത് ഖാലലി അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ, വഖൗമിഹി, തൻ്റെ ജനങ്ങളോടും, മാ തഅ്ബുദൂന, എന്താണ് നിങ്ങൾ ആരാധിക്കുന്നത്, എന്താണ് നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തു? ഖാലു, അവർ പറഞ്ഞു, നഅ്ബുദു അസ്നാമൻ, ഞങ്ങൾ സനമുകളെയാണ് ആരാധിക്കുന്നത്, ഞങ്ങളുടെ ബിംബങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഫനളല്ലു ലഹാ ആകിഫീൻ, ഫനളല്ലു ആകിഫീന ലഹാ, ഞങ്ങൾ ആ ബിംബങ്ങൾക്ക് ഭജനയിരുന്നു കൊണ്ടിരിക്കുകയാണ്. അവർ നേരെ ചൊവ്വയുള്ളത് പറഞ്ഞു, നിങ്ങൾ എന്തായി ആരാധിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അസ്നാമിനെ ആരാധിക്കുകയാണ്. അവരങ്ങനെ ആരാധിച്ച് വന്നതാണ്. അപ്പോൾ അവരുള്ളതാണ് പറഞ്ഞു. ഫനളല്ലു ലഹാ ആകിഫീൻ, ആ അസ്നാമുകളുടെ മുമ്പിൽ ഞങ്ങൾ ആകിഫീൻ, ഭജനയിരിക്കുകയാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. ഖാല, ഇബ്രാഹിം നബി ചോദിച്ചു, ഹൽ യസ്മഊനക്കും, ആ ബിംബങ്ങൾ നിങ്ങളെ കേൾക്കുന്നുണ്ടോ? ഇരുതദഊൻ, നിങ്ങൾ അവയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഔ യംഫഊനക്കും, അല്ലെങ്കിൽ ആ ബിംബങ്ങൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ടോ? ഔ യളുറൂൻ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നുണ്ടോ? അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും അവർക്ക് അറിയില്ലോ, അങ്ങനൊന്നും ഇല്ലല്ലോ. ഖാലു, അവർ പറഞ്ഞു, ബൽ വജദ്ന, പക്ഷേ ഞങ്ങൾ കണ്ടു, ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരെ, കദാലിക യഫ്അലൂൻ, അങ്ങനെ ചെയ്യുന്നതായിട്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവമോ ഉപകാരമോ കിട്ടിയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്നൊന്നും അവർക്ക് വിശ്വാസമില്ല. പക്ഷേ അവർ നേരെ പിതാക്കന്മാർ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു. അപ്പം അന്ധമായി പിതാക്കന്മാർ ചെയ്യുന്നതിനെ അതിൻ്റെ സത്യമോ ന്യായമോ വസ്തുതയോ നോക്കാതെ അന്ധമായി അവരെ അനുകരിക്കുകയാണ് ഈ ജനങ്ങൾ ചെയ്തിരുന്നത്. ഖാല, അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അഫ്റഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ, മാ കുൻതും തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ, അൻതും, നിങ്ങളും, വ അബാഉക്കുമുൽ അഖ്ദമൂൻ, നിങ്ങളുടെ പഴയ പിതാക്കന്മാരും, മുമ്പ് വന്ന പിതാക്കന്മാരും, അതായത് അഖ്ദമ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പുള്ള പിതാക്കന്മാരും ആരാധിക്കുന്നതിനെ നിങ്ങൾ കാണുന്നില്ലേ? ഫഇന്നഹും, അവരെല്ലാം അദുവുല്ലി, എൻ്റെ ശത്രുക്കളാണ്. അപ്പം നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കൾ എൻ്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ ഞാനും അതുമായിട്ടൊരു ബന്ധമില്ല
ഇല്ലാ റബ്ബല്ലാലമീൻ, റബ്ബുല്ലാലമീൻ ഒഴികെ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാം, ഈ ആരാധിക്കുന്ന വസ്തുക്കളൊന്നും എൻ്റെ പിതാക്കന്മാരടക്കം ആരാധിക്കുന്ന ഈ വസ്തുക്കൾ എൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഞാനൊരു ബന്ധവും അടുപ്പവുമില്ല. എനിക്ക് ബന്ധമുള്ളത് ഇല്ലാ റബ്ബല്ലാലമീൻ, റബ്ബുല്ലാലമീനായ അള്ളാഹു അല്ലാതെ, അല്ലദീ ഖലഖനീ, എന്നെ സൃഷ്ടിച്ചവനായിട്ടുള്ള റബ്ബ്, ഫഹുവ യഹ്ദീനി, അവൻ എന്നെ വഴി കാണിക്കുന്നു, വല്ലദീ ഹുവ യുത്ഇമുനി, എനിക്ക് താഴ്മ തരുന്ന റബ്ബ്, വയസ്ഖീനി, എനിക്ക് വെള്ളം തരുന്ന, വെള്ളം കുടിപ്പിക്കുന്ന റബ്ബ്, വൈദാ മരീൽത്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീനി, എനിക്ക് ശിഫ നൽകുന്ന റബ്ബ്, വല്ലദീ യുമീത്തുനി, എന്നെ മരിപ്പിക്കുന്നവനും, സുമ്മ യുഹ്യീനി, പിന്നെ എന്നെ ജീവിപ്പിക്കുന്നവനും, വല്ലദീ, ഒരുവൻ, അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, യൗമുദ്ദീൻ, അതായത് വിചാരണ ദിവസത്തിൽ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന റബ്ബ്, ആ റബ്ബാണ് എൻ്റെ ബന്ധു. അല്ലാത്തവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, അവരുമായി എനിക്ക് ബന്ധമില്ല, അടുപ്പമില്ല. റബ്ബി ഹബ്ലി ഹുക്മൻ, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ ജ്ഞാനം നൽകണമേ, വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ സന്ദർഭം നീ ഓർക്കുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായി നമുക്കതിൻ്റെ ബാക്കി ഇബ്രാഹിം നബിയുടെ വാക്കുകൾ ബാക്കി ഇനിയും ഉണ്ട്, അതതിൻ്റെ പിന്നീട് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.